എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് സ്വീഡനിൽ എത്തിയത്, ഞാൻ എന്താണ് സ്വീഡനിൽ ചെയ്യുന്നത്, എവിടെയാണ് പഠിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം മുതൽ പറയാം, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. നിങ്ങളെന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ തന്നെ നോക്കുക കേട്ടോ. ഞാൻ എങ്ങനെയാണ് സ്വീഡൻ വന്നത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അറിയാമല്ലോ, എൻ്റെ പേര് മോഹിത എന്നാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു 5 ഇയേഴ്സൊക്കെ ആയിട്ട് ഞാനൊരു സ്റ്റുഡൻറ്റ് കൺസൾട്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സീനിയർ കൺസൾട്ടൻ്റ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിങ്ങനെ സ്റ്റുഡൻറ്റ് കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിന് ഇങ്ങനെ പുറത്തേക്ക് പഠിക്കാനായിട്ട് വിടണം. അപ്പം എൻ്റെ മൈൻഡിലും തോന്നി ശരി എനിക്കും പോകാമെന്ന് തോന്നി. അപ്പം ഇനീഷ്യലി ഞാൻ ഐ ഹാവ് ഗിവൺ എ തോട്ട് ടു യു കെ ആണ് ഞാൻ കൂടുതലും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ യു കെ ഞാൻ പ്രോസസ്സ് ചെയ്തു. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ തന്നെ ആപ്ലിക്കേഷൻ അയച്ചു. അപ്പം നമ്മൾ ഓഫർ ലെറ്ററൊക്കെ വന്നു. അപ്പം അതൊക്കെ വന്ന് അന്ന് ശരി യു കെയിലേക്ക് പോവാം എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ഡിസംബർ ഇൻടേക്ക് ആയിരുന്നു. ഇപ്പോൾ അങ്ങനെ ഡിസംബർ ഇൻടേക്ക് ആയ സമയത്ത് ഒക്ടോബറിൽ ഓഫർ ലെറ്റർ വരുന്നു, ഡിസംബറിൽ നമ്മൾ ട്രാവൽ ചെയ്യണം, മാക്സിമം ജാനുവരി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞു നീ പെട്ടെന്ന് അങ്ങ് പോവല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും മെൻ്റലി കുറച്ച് ശരി എന്നാൽ പിന്നെ യു കെ കുറച്ച് നേരം ഹോൾഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. ആ ഒരു ടൈമിലാണ് ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഇനിയിപ്പോൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകണ്ട. ബിക്കോസ് ഇപ്പം യു കെയിലാണെങ്കിലും സ്റ്റുഡൻറ്റ് വിസയിൽ പോയാലും നമ്മൾ പഠിച്ചൊരു ഫീൽഡിൽ ജോബ് കിട്ടുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി. അപ്പം ഞാൻ അന്വേഷിച്ചിടത്തോളം കുറച്ച് ടഫാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു എഗെയിൻ നമുക്ക് IELTS ഒക്കെ പഠിച്ച് കാനഡ PR നോക്കിയാലോ എന്ന് വിചാരിച്ചു. സോ ഞാൻ IELTS കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. IELTS കോച്ചിങ് പഠിച്ചു. IELTS ആദ്യ തവണ എഴുതി, കിട്ടിയില്ല. രണ്ടാമത്തെ തവണ എഴുതി, സ്കോറൊക്കെ കിട്ടി. ഞാനൊരു കൊച്ചിയിലുള്ളൊരു ഏജൻസീനെ ഞാൻ അപ്രോച്ച് ചെയ്തു, കാനഡ PR ചെയ്യുന്ന ഏജൻസി. അപ്പം ഏജൻസീസിൻ്റെ പേരുകളൊന്നും ഞാനിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാനത് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏജൻസീനെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അവർക്ക് ഒരു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് കൊടുക്കണമായിരുന്നു. എനിക്ക് തോന്നുന്നത് 1 lakh സംതിങ് ആയിരുന്നു അവരുടെ ഫീസ്, ഇനീഷ്യൽ ഫീസ്. അത് ഞാൻ പേ ചെയ്തു. ഞാൻ വേൾഡ് എഡ്യൂക്കേഷൻ സർവീസിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ എടുത്ത് ഞാനതിന് ഇവാലുവേഷൻ വിട്ടു. എനിക്കത് മാസ്റ്റേഴ്സ് ക്വാളിഫിക്കേഷന് കിട്ടി. ഞാനിവിടുന്ന് MBA കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ, നാട്ടിൽ നിന്ന് MBA കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 2 years MBA റെഗുലർ MBA കഴിഞ്ഞതുകൊണ്ട് എനിക്കതിൻ്റെ മാസ്റ്റേഴ്സ് സെയിം ഇക്വലൻസി സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടി. അങ്ങനെ ഞാൻ ഇത് പൂളിലിട്ട് കുറേ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ ഓഫീസിൽ ഇരുന്നിട്ട് ജസ്റ്റ് ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയമായിരുന്നു. അങ്ങനെ ഞാൻ സ്വീഡൻ്റെ ഒരു ഏജൻസിയുടെ ആഡ് കണ്ടു. ഇറ്റ് വാസ് മച്ച് അട്രാക്റ്റീവ് ബിക്കോസ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അൺലിമിറ്റഡ് പാർട്ട്, അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് വിസ, സ്പൗസ് ഫ്രണ്ട്ലി, പിന്നെ നമുക്ക് ടേമായിട്ട് ഫീസ് അടയ്ക്കാം, 2 year കോഴ്സ് ഉണ്ട്, PR ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രിയാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ ജസ്റ്റ് ഒരു ആഡിലുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഓക്കെ ഐ ക്യാൻ കോണ്ടാക്ട് ദം. ബിക്കോസ് എനിക്ക് തോന്നി, കാരണം എല്ലാവരും UK, കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എന്ന് പറയുമ്പം നമ്മളൊരു ഡിഫറെൻ്റായി തിങ്ക് ചെയ്താൽ നമ്മളിവിടെ വരുമ്പം നമുക്കൊരു വേറൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സ്വീഡൻ പ്രൊസീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇതിന് മുൻപേ UK ചെയ്തിട്ടുണ്ട്, കാനഡ ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻറ്റ് വിസ, അതുപോലെ ന്യൂസിലൻഡും ഓസ്ട്രേലിയയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതല്ലാതെ എനിക്ക് വേറൊരു കൺട്രി ചെയ്തിട്ട് വേറൊരു കൺട്രിയെ പറ്റിയിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, എനിക്കറിയില്ല. അപ്പം നമ്മൾക്ക് ഈ ഒരു കൺട്രീസൊക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ സിൻസ് ഈ ഒരു ഫീൽഡിൽ 5 years ആയതുകൊണ്ട് ആസ് എ സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമായിരിക്കുമോ, ഞാൻ ഇത്രയും കാലം എനിക്ക് എക്സ്പീരിയൻസ് അതെല്ലാം എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാനതെല്ലാം അവരോട് ക്ലിയർ ചെയ്ത് ചോദിച്ച് ഇറ്റ് വാസ് നമുക്ക് ഭയങ്കരമായിട്ട് കൺവിൻസ്ഡ് ആയിരുന്നു. ഐ വാസ് കൺവിൻസ്ഡ് ബിക്കോസ് ഞാൻ എന്താ പറയുക, എനിക്കത് ഓക്കെ സെറ്റ് എന്നാൽ ഞാൻ ഇതാക്കാം. അപ്പം ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു നമുക്ക് ഓൾറെഡി ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ യു ഹാവ് എ ചോയ്സ് ടു അപ്ലൈ വിത്ത് എന്താ പറയുക നമ്മളുടെ എന്തോ ഒരു ടേം പറയും, ലേറ്റ് അപ്ലിക്കേഷൻ. ലേറ്റ് അപ്ലിക്കേഷൻ നിങ്ങൾക്ക് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടേക്ക് UK അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 900 euro ആണ്. 900 euro എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം ഒരു 7,000 rupees
ആ ഒരു റേഞ്ചിലൊക്കെ വരും. അപ്പം ഞാനത് പറഞ്ഞു. അപ്പം 900 യൂറോ ആണോ 900 SEK ആണോ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. SEK ആണെന്ന് വെച്ചാൽ ബിക്കോസ് ഇവിടുത്തെ കറൻസി SEK ആണ്, സോറി. അപ്പം 900 SEK ആയിരുന്നു. അപ്പം ഞാൻ ആ 900 SEK പേ ചെയ്തിട്ട് ഞാൻ നമുക്ക് 4 ഓപ്ഷൻസാണ് വെക്കാൻ പറ്റുള്ളൂ. നമുക്ക് 4 ഓപ്ഷൻസ് വെക്കാം. അങ്ങനെ ഞാൻ 4 ഓപ്ഷൻസ് വെച്ചു. യോൺ ഷോപ്പിംഗ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വെച്ചു. സെക്കൻഡ് പ്രിഫറൻസ് വന്നിട്ട് ഇപ്പം ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി വെച്ചു, യൂണിവേഴ്സിറ്റി വെസ്റ്റ്. തേർഡ് ഓപ്ഷൻ വന്നിട്ട് യൂണിവേഴ്സിറ്റി വെസ്റ്റ് തന്നെ 1 ഇയർ കോഴ്സിന് വെച്ചു. ഫോർത്ത് ഓപ്ഷൻ വന്നിട്ട് ഡെലർണ യൂണിവേഴ്സിറ്റി വെച്ചു. അപ്പം ഞാൻ അങ്ങനെ വെച്ച സമയത്ത് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഡു ഐ നീഡ് ടു ടേക്ക് IELTS എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു വേണ്ട, നമുക്ക് മീഡിയം ഓഫ് ഇൻസെഷൻ വെച്ചിട്ട് സ്വീഡനിക്ക് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. അപ്പം ഞാനങ്ങനെ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയി, മാസ്റ്റേഴ്സിൻ്റെയും ബാച്ചിലേഴ്സിൻ്റെയും MOA എടുത്തു. മെയിൻ വയൽ ഞാൻ എന്ത് ചെയ്തു, ട്രിവാൻഡ്രം പോയി. ഞാൻ കേരള സ്റ്റേറ്റ് ബോർഡാണ് +2 പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ പോയിട്ട് ഞാൻ +2ൻ്റെയും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എടുത്തു. അപ്പം ഞാൻ ചോദിച്ചു ഇവരടുത്ത് ഏതായിരിക്കും ബെസ്റ്റ് കോഴ്സ്, 2 ഇയർ കോഴ്സ് എടുക്കുന്നതാണോ 1 ഇയർ ആണോ എന്ന്. അപ്പം അവർ പറഞ്ഞത് 2 ഇയർ കോഴ്സ് എടുത്ത് വന്നാൽ നമുക്കിവിടെ PIN നമ്പർ കിട്ടും, പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടും. അങ്ങനെ വരുമ്പോഴാണ് പാർട്ട് ടൈം ജോബൊക്കെ കിട്ടാനൊക്കെ ഈസി എന്ന് പറഞ്ഞു. വേറെ നമ്മൾ 1 ഇയർ കോഴ്സ് എടുത്ത് വരികയാണെങ്കിൽ നമുക്ക് കോർഡിനേഷൻ നമ്പറേ കിട്ടുള്ളൂ. അതാകുമ്പോൾ നമുക്ക് ജോബൊക്കെ കിട്ടാൻ ഇച്ചിരി പാടാണെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ 2 ഇയർ കോഴ്സ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു നമുക്കിതിൻ്റെ റിസൾട്ട് വരാനായിട്ട് നമുക്ക് എല്ലാത്തിൻ്റെയും സ്വീഡൻ്റെ റിസൾട്ട് വരിക, എല്ലാ ആപ്ലിക്കേഷൻ റിസൾട്ടും ഒരു ദിവസം വരിക. വെദർ നമ്മൾ സെലക്ട് ആയാലും ഇല്ലെങ്കിൽ നമുക്ക് ആ റിസൾട്ട് വരിക March 21st എൻ്റെ ഓർമ്മ ശരിയാണ്, March 21st വരിക. ഇനി അതിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വരുന്നത് പിന്നെ മെയിലാണ് വരിക. അങ്ങനെ 2 തവണയായിട്ടാണ് റിസൾട്ട് വരിക അനൗൺസ് ചെയ്യണത്. അങ്ങനെ എനിക്ക് ഇൻ ബിറ്റ്വീൻ ഒരു ഞാൻ ജാനുവരിയിൽ അപ്ലൈ ചെയ്തു. ഒരു ഫെബ്രുവരി മിഡൊക്കെ ആയപ്പോൾ എനിക്ക് കോൺടാക്ട് ചെയ്തു എൻ്റെ ഏജൻസിയിൽ നിന്ന്. യൂണിവേഴ്സിറ്റി മെയിൽ വന്നിട്ടുണ്ട് IELTS എടുക്കണം എന്ന് പറഞ്ഞിട്ട്. IELTS ഇല്ലെങ്കിൽ PTE ആയാലും മതി എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു ഷോർട്ട് പീരീഡേ ഉള്ളൂ, നമ്മളുടെ കയ്യിൽ ആകെ ഒരു 1 മന്തിൽ താഴെ നമുക്ക് ടൈമുള്ളൂ. ഇതിനകത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, എക്സാമിനേഷൻ സ്ലോട്ട് ബുക്ക് ചെയ്യണം, എക്സാം ഇത് എടുക്കണം. അപ്പം ഞാൻ ആ ടൈമിൽ വേഗം PTEക്ക് കോച്ചിങ്ങിന് ചോദിച്ചു. അവരെന്നൊരു റെഫറൻസ് തന്നു, ഞാൻ അതിൽ കോൺടാക്ട് ചെയ്തു. PTE ഞാൻ അറ്റൻഡ് ചെയ്തു, കോഴ്സ് എക്സാം ഡേറ്റ് എടുത്തു. PTE ക്ലാസ് എന്നാൽ ഇറ്റ് വാസ് ഓസം, നല്ല ട്യൂട്ടറായിരുന്നു, അടിപൊളി ക്ലാസ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ PTE ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാം ഡേറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞ സമയത്ത് എഗെയിൻ എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വരാണ്, മോഹിത യൂണിവേഴ്സിറ്റി വെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ ഇനിയിപ്പം ഞാൻ IELTS എടുക്കണോ, അപ്പോൾ PTE എടുക്കണം. അപ്പോൾ പുള്ളിക്കാരൊന്നും വേണ്ട, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇതിപ്പോൾ നമുക്ക് ക്വാളിഫൈഡ് ആയല്ലോ. ഞാൻ ആ PTE ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ March 21st വരെ വെയിറ്റ് ചെയ്തു. അതൊരു തേഴ്സ്ഡേ ആയിരുന്നു. ഞാനൊന്ന് ലീവൊക്കെ എടുത്തു, വെയിറ്റ് ചെയ്തു. ഒരു 4:30 ഒക്കെ ആയപ്പം എനിക്ക് NSR വന്നു, നോട്ടിഫിക്കേഷൻ ഓഫ് സെലക്ഷൻ ഓഫ് റിസൾട്ട് വന്നു. ക്വാളിഫൈഡ് ആയി, എനിക്കവിടെ ഓഫർ ലെറ്റർ കിട്ടി. അപ്പം ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് അങ്ങ് കയറി ഫീസ് അടയ്ക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് അടയ്ക്കാനുള്ള ഫീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നമുക്ക് ടോട്ടൽ ഫീസ് വരുന്നത് 22 lakhs ആണ് നാട്ടിൽ വരിക. അപ്പം എൻ്റെ കയ്യിൽ ഈ 5.5 lakhs ഇനീഷ്യൽ ഡെപ്പോസിറ്റ് അടയ്ക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് വെച്ചിട്ട് ഞാൻ ഫീസ് അടച്ചു. ഫീസ് അടയ്ക്കാനായിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻവോയ്സ് വന്നാൽ നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുള്ളൂ, കാരണം സ്വീഡൻ അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട്. എഗെയിൻ ഞാൻ 1 വീക്ക് വെയിറ്റ് ചെയ്തപ്പോൾ ഇൻവോയ്സ് വന്നു. നമ്മളതിന് 2 hours നമ്മൾ ഫീസ് അടച്ചു. ഫീസ് അടച്ചതിന് ശേഷം നമ്മൾ പിന്നെ നെക്സ്റ്റ് തന്നെ വേറെ ഒരു പ്രൊസീജിയേഴ്സും ഇല്ല, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ വിസയ്ക്ക് വെക്കുകയാണ് ചെയ്യുക. അപ്പം വിസയ്ക്ക് വെക്കുന്ന ടൈമിൽ ഒത്തിരി ഡോക്യുമെൻറ്റ്സ് എടുക്കണം. ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനതൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ആപ്ലിക്കേഷന്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വിസയ്ക്ക്, നമ്മൾ എന്തൊക്കെയാണുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വിസയ്ക്ക് വെച്ചു. നമുക്ക് വിസയ്ക്ക് വെച്ചതിന് ശേഷം നമുക്ക് ബയോമെട്രിക്സ് വരുന്നത്, വിസയ്ക്ക് വെച്ചാലും നമുക്ക് ബയോമെട്രിക്സിന് നമുക്ക് കോൾ വരാൻ ഡിപ്പെൻഡ്സ്. നമ്മളുടെ കേസ് ഓഫീസർ നമ്മളുടെ കേസ് എപ്പോഴാണ് എടുക്കുന്നത് അതിനനുസരിച്ചാണ് വിസയ്ക്ക് നമുക്ക് നമ്മൾ വിളിക്കുന്നത്, ബയോമെട്രിക്സ് നമ്മൾ വിളിക്കുന്നത്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തു. ഒരു 1 month കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മെയിൽ വരുന്നത്. അപ്പം നമുക്കൊരു 1 month കഴിഞ്ഞ് മെയിൽ വന്നു. നമുക്കൊരു 1 month ഒരു ടൈം തരും. ആ ഒരു സ്റ്റിപ്പുലേറ്റ് ടൈമിൽ നമ്മൾ എനി ടൈം നമുക്ക് പോയിട്ട് ബയോമെട്രിക്സ് എടുക്കാം. ഇപ്പം നമുക്ക് സ്വീഡൻ്റെ ബയോമെട്രിക്സ് ഡൽഹിയിൽ മാത്രമേ ഉള്ളൂ, ഇന്ത്യയിൽ. എനിക്ക് തോന്നുന്നു ശ്രീലങ്കയ്ക്കും നമുക്ക് ഇന്ത്യയിൽ തന്നെ വന്ന് ചെയ്യണം തോന്നുന്നു. അപ്പം നമ്മൾ ഡൽഹിയിൽ പോയി. ഞാൻ കാലിക്കറ്റിന് ഫ്ലൈറ്റ് എടുത്തിട്ട് ഞാൻ ഡൽഹിയിൽ
പോയിട്ട് നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ബയോമെട്രിക്സ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് സ്റ്റിൽ നമ്മൾ വിസ എന്തായിരിക്കും, എനിക്ക് വേറെ ഇൻ്റർവ്യൂസോ ചില കേസിൽ നമുക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടാവും, ഇങ്ങനെ അവിടെ വിസ ഇൻ്റർവ്യൂ ഉണ്ടാവും. ബട്ട് എനിക്കതൊന്നും ഉണ്ടായിരുന്നില്ല ഫോർച്ചുനേറ്റ്ലി. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു. സ്റ്റിൽ ഞാൻ വെയിറ്റ് ചെയ്യാണ് എന്തായിരിക്കും റിസൾട്ട്, എന്തായിരിക്കും. അഗെയിൻ എനിക്കൊരു 1 മന്ത് എടുത്തു റിസൾട്ട് വരാനായിട്ട്. വിസ ഗ്രാൻഡ് ചെയ്തെന്നുണ്ട്. വിസ ഗ്രാൻഡ് ചെയ്തെന്ന് പറഞ്ഞതിന് ശേഷം ഓക്കെ, വിസ നമുക്ക് സക്സസ്ഫുൾ ആയി. പക്ഷെ നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ RP കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാർഡുണ്ട്. കാരണം ഇവർക്ക് നമ്മൾക്ക് ഈ പാസ്പോർട്ടിനകത്ത് വിസ പ്രിൻറ്റ് ചെയ്ത് തരുന്ന പരിപാടിയല്ല. അപ്പോൾ RP കാർഡ് വരണം. അപ്പം RP കാർഡ് വരാൻ നമ്മൾ ഓൾറെഡി ചലാൻ അവിടെ 500 റുപ്പീസ് കൊടുത്തിട്ട് നമ്മൾ ഡൽഹിയിൽ അടച്ചിട്ടുണ്ടായിരുന്നു. ഇതർ നമുക്ക് ഡൽഹിയിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെന്നൈയിൽ മേടിക്കാം. അപ്പം ഞാൻ ചെന്നൈയാണ് കൊടുത്തത്. എനിക്ക് പോകാൻ ട്രാവൽ ചെയ്യാനൊക്കെ ഈസി ആയതുകൊണ്ട് ചെന്നൈയിൽ കൊടുത്തു. അങ്ങനെ നമ്മൾ ചെന്നൈയിലേക്ക് നമുക്കിങ്ങനെ RP കാർഡ് വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഇൻഫർമേഷനും ഇങ്ങോട്ട് വരില്ല. നമ്മൾ ചെന്നൈയിൽ വിളിച്ചു ചോദിക്കണം, നമ്മളുടെ പേരും പാസ്പോർട്ട് നമ്പറും വെച്ചിട്ട് നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ അവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നമ്മളവിടെ പോയി അത് കളക്ട് ചെയ്തു. ഞാൻ ട്രെയിനിനാണ് പോയത്. കളക്ട് ചെയ്തു, പിറ്റേ ദിവസം തന്നെ തിരിച്ച് വന്നു. അപ്പം നമ്മൾ RP കാർഡ് കിട്ടി, നമ്മൾ ഹാപ്പിയായി. അങ്ങനെ പിന്നെ നമ്മൾ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുമ്പം നമ്മൾ ലൈക്ക് ഷോപ്പിംഗ് കാര്യങ്ങളും ഒത്തിരി തിരക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു ഓഗസ്റ്റ് വരയ്ക്കും, ജൂലൈ ലാസ്റ്റ് വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2024 ഓഗസ്റ്റ് 15-നാണ് ഞാൻ ട്രാവൽ ചെയ്തത്. അപ്പോൾ അതുവരെ ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ അതുമായിട്ട് ബിസി ആയിരുന്നു. ഇൻ ബിറ്റ്വീൻ ഷോപ്പിങ്സ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അഗെയിൻ നമ്മൾ ഓഗസ്റ്റ് 15-ന് ഇവിടെ എത്തി. അവിടെ നിന്ന് കയറി. ഞാൻ കാലിക്കറ്റിൽ നിന്നാണ് കയറിയത്. കാലിക്കറ്റ് നിന്ന് ഡൽഹി ടു പോളണ്ട്, വാർസോന്ന് ഡയറക്റ്റ് ഗോതൻബർഗ് ലാൻഡ്വെറ്റർ എയർപോർട്ടിലാണ് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി നിങ്ങൾക്കറിയാമായിരിക്കും, മല്ലു റൂട്ട്സ് എന്നൊരു ചാനലുണ്ട്, സ്വീഡിഷ് അവരിവിടെ മലയാളീസാണ്. സ്വീഡനിൽ വന്നിട്ട് ഒത്തിരി നാളായി PR ഹോൾഡേഴ്സാണ്. അവരാണ് നമുക്ക് അക്കോമഡേഷൻസും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഫെസിലിറ്റി അവരാണ് കേട്ടോ റെഡിയാക്കി തന്നത്. ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം നമ്മൾ അവിടെ ഇരുന്നിട്ട് അക്കോമഡേഷൻ നോക്കുന്ന സമയത്ത് എല്ലാം റിജക്റ്റായി പോകുമായിരുന്നു. അപ്പോൾ അവർ നമുക്ക് ഇത് റെഡിയാക്കി തന്നു. പിന്നെ എനിക്കൊരാളുടെ നമ്മളിവിടെ വന്നിട്ട് ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്ന് നമ്മൾ അക്കോമഡേഷൻ വരെ നമുക്ക് വരാനായിട്ടൊരു ടാക്സി നമുക്കൊരു മലയാളി ചേട്ടൻ തന്നെയാണ് അവർ തന്നെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നത്. നമ്മളതൊക്കെ സെറ്റാക്കിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. നമ്മൾ 1 മന്തിൻ്റെ റെൻ്റൊക്കെ നേരത്തെ അവിടെ നിന്ന് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ടാക്സിയുടെ പൈസയൊക്കെ കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നു ഇറങ്ങി വേഗം ടാക്സി ആ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 1 അവറൊക്കെ വെയിറ്റ് ചെയ്തു. പുള്ളിക്ക് വേറൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ വന്ന് ആള് എന്നെ കൊണ്ടുപോയി, നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ അതിന് ശേഷം നമ്മൾ വൺസ് ഇവിടെ സ്വീഡനിൽ എത്തിയതിന് ശേഷം കുറച്ചധികം പരിപാടിയുണ്ട്. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് PIN നമ്പറിന് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഈ PIN നമ്പർ വരാൻ ഇതുപോലെ തന്നെ ചിലർക്ക് 2 ദിവസം കൊണ്ട് വരും, ചിലർക്ക് 1 മാസം കൊണ്ട്, ചിലർക്ക് 1 വീക്ക് കൊണ്ട്, നമുക്കറിയില്ല. ഈ PIN നമ്പർ കിട്ടിയാലേ ഉള്ളൂ നമുക്ക് എഗെയിൻ ഒരു ബാങ്ക് ഐഡിക്ക് അപ്ലൈ ചെയ്യാനോ ഒരു പാർട്ട് ടൈം ജോബിന് അപ്ലൈ ചെയ്യാനോ എന്തിനും പറ്റും. എന്ത് ആവശ്യങ്ങൾക്കും ഇവിടെ PIN നമ്പർ വെച്ചിട്ടാണ്. ഒരു ഹോസ്പിറ്റലിൽ കാണിക്കണമെങ്കിൽ പോലും നമുക്ക് PIN നമ്പർ മസ്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് പേര് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോയി PIN നമ്പറിനൊക്കെ കൊടുത്തു. ഒരു 2 വീക്സ് 3 വീക്സ് കഴിഞ്ഞപ്പോൾ PIN നമ്പർ കിട്ടി. ഫൈൻ, ഹാപ്പിയായി. നമുക്ക് അപ്പോൾ ആ PIN നമ്പർ കിട്ടി. അപ്പോൾ നമുക്കിനി പാർട്ട് ടൈം ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യാം. ആ ഒരു ലെവലിലായി. നമ്മളപ്പോൾ ഇനിയിപ്പോൾ ബാങ്ക് ഐഡിക്ക് അപ്ലൈ ചെയ്യണം. ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക്കാണ് ബാങ്ക് ID. PIN നമ്പർ പോലെ തന്നെ ഇവിടുത്തെ ബാങ്ക് ID ഭയങ്കര മസ്റ്റാണ്. കാരണം നമ്മൾ എന്ത് കാര്യങ്ങളും, ഈവൻ ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ്, എന്ത് അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണെങ്കിലും നമ്മൾ അതിനോട്ട് ലോഗിൻ ചെയ്യുന്നത് വിത്ത് അവർ ബാങ്ക് ID ആണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒരാൾക്ക് മൾട്ടിപ്പിൾ ബാങ്ക്സിലെ അക്കൗണ്ട്സ് അങ്ങനെയില്ല. നമുക്ക് ഒരു ബാങ്ക് ID ഉള്ള ഒരു അക്കൗണ്ട് വേണം. അപ്പോൾ ID വെച്ചിട്ടാണ് നമ്മൾ എല്ലായിടത്തും. അപ്പോൾ നമ്മളിവിടെ പോയിട്ട് സ്കാറ്റേ വർക്ക് എന്ന സ്ഥലമുണ്ട്. നമ്മളുടെ നാട്ടിലെ ഗവൺമെൻറ് ഓഫീസ് പോലെ തന്നെ ഉള്ള സ്കാറ്റേ വർക്ക് എന്നാണ് ഇവിടെ പറഞ്ഞത്. അവിടെ പോയിട്ടാണ് നമ്മൾ PIN നമ്പറിന് അപ്ലൈ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം അവിടെ നമ്മൾ ഈ രജിസ്ട്രേഷനും പോപ്പുലേഷൻ രജിസ്റ്റർ ചെയ്ത അഡ്രസ്സ് ഏതാണോ അതിലേക്കായിരിക്കും പിന്നെ നമുക്ക് ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വരിക. നമ്മൾ ഈ PIN നമ്പർ കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ലെറ്റർ വരുന്നൊക്കെ ആ ഒരു അഡ്രസ്സിലേക്കാവും. നമ്മൾ ആ അഡ്രസ്സ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അഗെയിൻ നമ്മൾ സ്കാറ്റേ വർക്കായിട്ട് പോയിട്ട് നമ്മൾ താമസം മാറുകയാണെങ്കിൽ നമ്മൾ അഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണം. പിന്നെ ഈ PIN നമ്പർ കിട്ടുന്നത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് മെയിലായിട്ടും വരും ആസ് വെൽ ആസ് പോസ്റ്റലായിട്ടും വരും. PIN നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് ഐഡിക്ക് ഞാൻ ഒത്തിരി അപ്ലൈ ചെയ്തു. എനിക്ക് ഒരു സ്ഥലത്തുനിന്ന് ബാങ്ക് ID കിട്ടിയില്ല. അവർക്ക് ഈ ഇൻടേക്കിൽ ഒത്തിരി സ്റ്റുഡൻസ് ആയതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്.
അപ്പം ടിൽ നൗ എനിക്ക് ബാങ്ക് ഐ ഡി ആയിട്ടില്ല. ബട്ട് ഞാൻ ഇപ്പം പല ബാങ്കിലായി ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ബാങ്ക് പർപ്പസിന് പോയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പം അതിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്താ വരാമെന്ന് എനിക്ക് അറിയില്ല. ബാങ്ക് ഐ ഡിയുടെ എക്സ്പീരിയൻസ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അത് കുറച്ച് അധികം ഉണ്ട് പറയാൻ. പിൻ നമ്പർ കിട്ടിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്ത് സ്വീഡിഷ് ഐ ഡിക്ക് അപ്ലൈ ചെയ്യാനാണ്. സ്വീഡിഷ് ഐ ഡിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് ഏകദേശം ഒരു 400 SEK നമ്മളതിന് കൊടുക്കണം. നാട്ടിലത്തെ എത്ര വരും, ഒരു 4000 റുപ്പീസിൻ്റെ അടുത്ത് വരും. ആ പൈസ നമ്മളിവിടെ കൊടുത്താൽ സ്വീഡിഷ് ഐ ഡിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സ്വീഡിഷ് ഐ ഡിക്ക് അപ്ലൈ ചെയ്തു. അതിനിതുപോലെ നമ്മൾ ബയോമെട്രിക്സിനും ഫോട്ടോ എടുക്കാനൊക്കെ നമ്മൾ സ്കാറ്റർ മാർക്കറ്റിൽ പോയി, എല്ലാവരും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളതൊക്കെ ചെയ്തു, നമുക്ക് സ്വീഡിഷ് ഐ ഡി കിട്ടി. പിന്നെ നമുക്ക് ടാസ്ക് എന്ന് പറയുന്നത്, ഞാൻ പഠിക്കുന്നത് യൂണിവേഴ്സിറ്റി വെസ്റ്റ് ആണ്, ട്രോളട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഞാൻ പഠിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് MSc ഓപ്പറേഷൻസ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ്. 2 ഇയേഴ്സിൻ്റെ കോഴ്സാണ്. അത് വരുന്നത് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗിൻ്റെ അണ്ടറിലാണ് വരുന്നത്. നമുക്ക് ഫൈനൽ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റാണ് കിട്ടുക. അപ്പം നമുക്കിവിടെ സ്വീഡനിൽ അറ്റൻഡൻസ് എന്ന് പറയുന്നത് നോട്ട് എ മസ്റ്റ്. അറ്റൻഡൻസ് മാൻഡേറ്ററി അല്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ചില വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകണം. നമ്മൾ ഓരോ സെമസ്റ്ററിലും ഇത്ര ക്രെഡിറ്റ്സ് വെച്ച് കിട്ടിയാലും ഇവിടെ നമുക്ക് വിസ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. അപ്പം എനിക്ക് ലാസ്റ്റ് സെമസ്റ്റർ ഇപ്പോൾ കഴിഞ്ഞു, ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു. എനിക്ക് 30 ക്രെഡിറ്റ്സും ഉണ്ട്. 30ൽ 30 ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു. ഇപ്പോൾ എനിക്ക് എൻ്റെ സെക്കൻഡ് സെമസ്റ്റർ ഓൺഗോയിങ് ആണ്. ഇത് കുറച്ചും കൂടെ ഹാർഡാണ്. കാരണം ഇവർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. ഇവരൊക്കെ എക്സാമിനേഷൻസ് ഉണ്ട്. വെറും അസൈൻമെൻറ്റ്സ് മാത്രമല്ല, എക്സാമിനേഷൻസ് ഉണ്ട്, പ്രസൻറ്റേഷൻസ് ഉണ്ട്, അസൈൻമെൻറ്റ്സ്, സെമിനാർസ്, വർക്ക്ഷോപ്സ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ക്ലിയർ ചെയ്താലും നമുക്ക് ആ ക്രെഡിറ്റ്സ് കിട്ടുള്ളൂ കേട്ടോ. നല്ല പണിയാണ്. ഈവൻ ദോ അവർക്ക് അറ്റൻഡൻസ് മാൻഡേറ്ററി അല്ലെങ്കിലും ഇത്തരം പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നു ഡെയിലി ലെക്ചർ ആണെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പം നമ്മളോട് എൻ്റെ അടുത്ത് എൻ്റെ ഏജൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ നമുക്ക് അക്കോമഡേഷൻ അസിസ്റ്റൻസ് ചെയ്യും. കാരണം ഞാനൊരു ഇതുപോലൊരു കമ്പനിയിൽ, ഇങ്ങനത്തെ ഒരു ഓവർസീസ് എഡ്യൂക്കേഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. അപ്പം നമ്മൾ ഈ ഒരു സർവീസൊക്കെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഞാനത് ഒബ്വിയസ്ലി ചോദിച്ചപ്പോൾ അവരിത് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ഇവിടെ വിട്ട് ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ സ്റ്റുഡൻസ് തന്നെ ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. അപ്പം അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മളെ പാർട്ട് ടൈം ജോബിനാണെങ്കിലൊക്കെ ഒന്ന് റെഫർ ചെയ്യാൻ പറ്റും. പാർട്ട് ടൈം ജോബ് തരുമെന്നല്ല പറയുന്നത്, പാർട്ട് ടൈം ജോബിന് അസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ എയർപോർട്ട് പിക്കപ്പിന് അവർക്ക് അങ്ങനെ സെറ്റപ്പ് ആക്കി തരാം, അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇതുവരെ അങ്ങനെ അക്കോമഡേഷൻ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോൺടാക്റ്റ് കിട്ടിയില്ല. ഒരു പാർട്ട് ടൈം ജോബ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോൺടാക്റ്റ് കിട്ടിയില്ല. അതുപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ വേറെ ഒരു തരത്തിൽ നമുക്കൊരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല. ഞാൻ ഇവരുടെ അടുത്ത് എനിക്കൊരു റെഫറൻസ് തരൂ, എനിക്ക് സ്വീഡനെ പറ്റിയൊന്നും അറിയണം. അപ്പോൾ അവർ പറഞ്ഞു അപ്ലിക്കേഷൻ അയച്ചിട്ട് തരാം. വൺസ് അപ്ലിക്കേഷൻ ഇപ്പോൾ പറഞ്ഞു ഇവർ ഓഫർ ലെറ്റർ വന്നാൽ തരാം. ഓഫർ ലെറ്റർ വന്നിട്ട് ഫീസ് അടച്ചപ്പോൾ പറഞ്ഞു വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ തരാം. ഇതുവരെ എനിക്ക് അവരൊരു റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല. ഓക്കെ, നമ്മളിവിടെ ട്രാവൽ ചെയ്യുന്ന വരെ അവരായിട്ട് പറഞ്ഞയച്ച ഒരാളും നമുക്ക് ഇതൊരു റെഫറൻസ് തന്നില്ല. എന്നാലും നമുക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. തന്നില്ല. പിന്നെ ഞാനിവിടെ വന്നു. ഇപ്പം ഞാനിവിടെ വന്നിട്ട് 6 മാസം ആവുന്നു. കഴിഞ്ഞ മാസം ഞാൻ ഈ സെയിം ഏജൻസിനെ കോൺടാക്ട് ചെയ്തു. എനിക്കൊരു റെഫറൻസ് തന്നേ പറ്റുള്ളൂ, എനിക്ക് സംസാരിക്കണം മസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ പറഞ്ഞപ്പം എനിക്ക് 2 പേരെ നമ്പർ വന്നു കേട്ടോ. അപ്പം അതിനകത്ത് ഒരാളുടെ നമ്പർ ആക്ച്വലി ഹി ഹാസ് ബീൻ ഹിയർ ഫോർ 2 ഇയേഴ്സ് ആയി വർക്ക് ചെയ്യാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഹീ ഈസ് നോട്ട് ഏബിൾ ടു ഹെൽപ്പ്. കാരണം ആൾക്കിപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ സിറ്റുവേഷൻ അല്ല. വേറൊരു പയ്യൻ്റെ നമ്പർ തന്നിരിക്കുന്നത് സെയിം എൻ്റെ കൂടെ എൻ്റെ ബാച്ചിന് വന്ന സ്റ്റുഡൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാനും ഇതേ അവസ്ഥയിലാണ് ഞാൻ തന്നെ. അപ്പം അതിലൊരു കാര്യമില്ല. അപ്പം ഇപ്പം ഏജൻസീസ് ആണെങ്കിലും ഇങ്ങനെ ഫാൾസ് പ്രോമിസൊക്കെ തരുമ്പം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ട്രസ്റ്റ് ചെയ്തിട്ട് വരരുത്. ഇപ്പം നോക്കിയിട്ടുണ്ടായിരുന്നു ബാങ്ക് ഐയുടെ കാര്യം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ടാസ്ക്കാണ് കിട്ടാനായിട്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറയാം. ഇപ്പം ഇത്രയാണ് സ്വീഡൻ്റെ എൻ്റെ ആപ്ലിക്കേഷൻസ് ടു പോസ്റ്റ് ലാൻഡിങ് വരെയുള്ള ജേണി എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞാൻ എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് താമസിക്കുന്നതൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ ഞാൻ വന്ന ഏജൻസി ഏതാണെന്ന് അറിയാനും ഒക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം.
പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഇവിടുത്തെ സിറ്റുവേഷൻസ് എങ്ങനെയാണ്, സ്വീഡൻ എങ്ങനെയാണ്, കൺട്രി എങ്ങനെയാണ്, ആസ് എ സ്റ്റുഡൻറ്റ് നല്ലതാണോ ചീത്തയാണോ, ഫാമിലി ഫ്രണ്ട്ലി ആണോ ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്കൊരു വീഡിയോ പോലെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പം ഇത്രയാണ് എൻ്റെ സ്വീഡൻ്റെ ഇത്. ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ, ഞാൻ പണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സൊക്കെ യൂറോപ്പ് ചെയ്യുന്നവരൊക്കെ പറഞ്ഞിട്ട് യൂറോപ്പ് ട്രൈ ചെയ്തൂടെ. അപ്പം ഞാൻ പറയും ആസ് എ UK കൺസൾട്ടൻറ്റ് ഞാൻ എനിക്ക് പുറത്ത് പോകാനുള്ളൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പോവുകയാണെങ്കിൽ ഞാൻ UK മാത്രമേ പോകുള്ളൂ എന്ന് പറയുന്ന ആളാണ്. ആ ആളാണ് ഞാനിപ്പോൾ സ്വീഡനിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഏത് കൺട്രി ചൂസ് ചെയ്യുകയാണെങ്കിലും തിങ്ക് ട്വൈസ് എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഡിസിഷൻ എടുക്കുക. അപ്പം ഇനി നിങ്ങൾക്ക് സ്വീഡനെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണം, ഇവിടുത്തെ ക്ലൈമറ്റോ വാട്ട് എവർ ഇറ്റ് ഈസ് എന്താ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഞാൻ എന്നും പറഞ്ഞ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ബൈ, നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.